ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യാസ് ലേണിംഗ്. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ 6ാമത്തെ ചാപ്റ്ററാണ് ഭൂപടങ്ങളുടെ പൊരുൾ തേടി. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയെക്കുറിച്ച് കേട്ടറിഞ്ഞ് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഇന്ത്യയിലേക്കുള്ള ആദ്യ കപ്പൽ യാത്ര നടത്തിയ വർഷം. ഇന്ത്യയെക്കുറിച്ച് കേട്ടറിഞ്ഞ് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഇന്ത്യയിലേക്കുള്ള ആദ്യ കപ്പൽ യാത്ര നടത്തിയ വർഷമാണ് AD 1492. AD 1492. ലോകം ചുറ്റി സഞ്ചരിക്കാൻ മെഗല്ലനും കൂട്ടരും കപ്പൽ യാത്ര ആരംഭിച്ച വർഷമേതാണ്? ലോകം ചുറ്റി സഞ്ചരിക്കാൻ മെഗല്ലനും കൂട്ടരും കപ്പൽ യാത്ര ആരംഭിച്ച വർഷമാണ് 1519. അപ്പോൾ മെഗല്ലൻ കപ്പൽ യാത്ര ആരംഭിച്ച വർഷം ഏതാണ്? 1519. സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിക്കാൻ മുംബൈയിൽ നിന്നും അഭിലാഷ് ടോമി യാത്ര ആരംഭിച്ച വർഷം ഏതാണ്? 2012. സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിക്കാൻ മുംബൈയിൽ നിന്നും അഭിലാഷ് ടോമി യാത്ര ആരംഭിച്ച വർഷം ഏതാണ്? 2012. ലോകം ചുറ്റി സഞ്ചരിച്ച് അഭിലാഷ് ടോമി മുംബൈയിൽ തിരിച്ചെത്തിയ വർഷമാണ് 2013 മാർച്ച് 31. ലോകം ചുറ്റി സഞ്ചരിച്ച് അഭിലാഷ് ടോമി മുംബൈയിൽ തിരിച്ചെത്തിയ വർഷമാണ് 2013 മാർച്ച് 31. അപ്പോൾ യാത്ര ആരംഭിച്ച വർഷം 2012 അഭിലാഷ് ടോമി തിരിച്ചെത്തിയത് എപ്പോഴാണ്? 2013 മാർച്ച് 31. ഇനി അഭിലാഷ് ടോമിയെ പറ്റിയുള്ള 2-3 പോയിൻറ്റ്സ് ആണ്. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കുന്ന ആദ്യ ഇന്ത്യൻ അഥവാ ഏഷ്യക്കാരനാണ് അഭിലാഷ് ടോമി. എന്താണ്? ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കുന്ന ആദ്യ ഇന്ത്യൻ അഥവാ ഏഷ്യക്കാരനാണ് അഭിലാഷ് ടോമി. ഫ്രഞ്ച് തുറമുഖമായ സാബ്ലെ ഡെലോണിൽ യാത്ര ആരംഭിച്ച ഇതേ തീരത്ത് തന്നെയാണ് യാത്ര അവസാനിപ്പിച്ചത്. ഫ്രഞ്ച് തുറമുഖമായ സാബ്ലെ ഡെലോണിൽ യാത്ര ആരംഭിച്ച ഇതേ തീരത്ത് തന്നെയാണ് അവസാനിപ്പിച്ചത്. അതായത് 2022 സെപ്റ്റംബർ മുതൽ 2023 ഏപ്രിൽ വരെ. പിന്നിട്ട ദൂരം എന്ന് പറഞ്ഞാൽ 48,000 കിലോമീറ്റർ ആണ്. 48,000 കിലോമീറ്റർ. അഭിലാഷ് ടോമിയുടെ പായ് വഞ്ചിയുടെ പേരാണ് ബയാനാത്ത്. കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്ന പുസ്തകവും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്ന പുസ്തകവും രചിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോയിൻറ്റ്സ്: അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിക്കാൻ മുംബൈയിൽ നിന്നും യാത്ര ആരംഭിച്ച വർഷം 2012. ലോകം ചുറ്റി സഞ്ചരിച്ച് അഭിലാഷ് ടോമി മുംബൈയിൽ തിരിച്ചെത്തിയ വർഷം 2013 മാർച്ച് 31. പിന്നെ അദ്ദേഹത്തെ പറ്റി പറഞ്ഞ 2-3 പോയിൻറ്റ്സ് ആണ്. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കുന്ന ആദ്യ ഇന്ത്യൻ അഥവാ ഏഷ്യക്കാരനാണ് അഭിലാഷ് ടോമി. ഫ്രഞ്ച് തുറമുഖമായ സാബ്ലെ ഡെലോണിൽ യാത്ര ആരംഭിച്ച ഇതേ തീരത്ത് തന്നെയാണ് അവസാനിപ്പിച്ചത്. 2022 സെപ്റ്റംബർ മുതൽ 2023 ഏപ്രിൽ വരെ. 48,000 കിലോമീറ്റർ ദൂരമാണ് പിന്നിട്ടത്. അഭിലാഷ് ടോമിയുടെ പായ് വഞ്ചിയാണ് ബയാനാത്ത്. പുസ്തകത്തിൻ്റെ പേരെന്താണ്? കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ. ഓക്കെ, അടുത്ത് നമുക്ക് ബാക്കി പോയിൻറ്റ്സ് നോക്കാം. ആദ്യമായി വിവിധ ഭൂപടങ്ങൾ ചേർത്ത് അറ്റ്ലസ് തയ്യാറാക്കിയ വ്യക്തി ആരാണ്? ആദ്യമായി വിവിധ ഭൂപടങ്ങൾ ചേർത്ത് അറ്റ്ലസ് തയ്യാറാക്കിയ വ്യക്തിയാണ് എബ്രഹാം ഓർട്ടെലിയാസ്. അടുത്ത ചോദ്യം, 0 ഡിഗ്രി അക്ഷാംശ രേഖ ഏതാണ്? ഭൂമധ്യരേഖയാണ്. 0 ഡിഗ്രി അക്ഷാംശ രേഖ ഏതാണ്? ഭൂമധ്യരേഖ. ആദ്യത്തെ ഭൂപടം വരച്ച വ്യക്തി ആരാണ്? അനക്സിമാൻഡർ. ആദ്യത്തെ ഭൂപടം വരച്ച വ്യക്തി അനക്സിമാൻഡർ. അടുത്തത് മെഗല്ലനുമായിട്ട് ബന്ധപ്പെട്ട 3-4 പ്രസ്താവനയാണ്. 16ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ വടക്കൻ പോർച്ചുഗലിൽ ജനിച്ചു. അപ്പോൾ മെഗല്ലൻ ജനിച്ചത് എവിടെയാണ്? 16ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ വടക്കൻ പോർച്ചുഗലിൽ ജനിച്ചു. ലോകം ചുറ്റി സഞ്ചരിക്കാൻ മെഗല്ലനും കൂട്ടുകാരും 1519 സെപ്റ്റംബറിൽ കപ്പൽ യാത്ര ആരംഭിച്ചു. ലോകം ചുറ്റി സഞ്ചരിക്കാൻ മെഗല്ലനും കൂട്ടുകാരും 1519 സെപ്റ്റംബറിൽ കപ്പൽ യാത്ര ആരംഭിച്ചു. മക്ടാൻ ദ്വീപ് നിവാസികളുമായി മെഗല്ലനും കൂട്ടരും യുദ്ധത്തിൽ ഏർപ്പെട്ടു. മെഗല്ലൻ്റെ മരണശേഷം ബാക്കിയുള്ളവർ യൂറോപ്പിൽ തിരിച്ചെത്തിയത് 1522. ഓക്കെ, അപ്പോൾ മെഗല്ലനുമായിട്ട് ബന്ധപ്പെട്ട 4 പ്രസ്താവനകളാണ്. ഒന്ന്, 16ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ വടക്കൻ പോർച്ചുഗലിൽ ജനിച്ചു. ലോകം ചുറ്റി സഞ്ചരിക്കാൻ മെഗല്ലനും കൂട്ടുകാരും 1519 സെപ്റ്റംബറിൽ കപ്പൽ യാത്ര ആരംഭിച്ചു.
മക്ടാൻ ദ്വീപ് നിവാസികളുമായി മെഗല്ലനും കൂട്ടരും യുദ്ധത്തിൽ ഏർപ്പെട്ടു. മെഗല്ലൻ്റെ മരണശേഷം ബാക്കിയുള്ളവർ യൂറോപ്പിൽ തിരിച്ചെത്തിയത് 1522 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. കാർട്ടോഗ്രാഫി എന്ന ഇംഗ്ലീഷ് പദം രൂപം കൊണ്ടത് ഏതിൽ നിന്നാണ്? കാർട്ടോഗ്രാഫി എന്ന ഇംഗ്ലീഷ് പദം രൂപം കൊണ്ടത് ഏതിൽ നിന്നാണ്? ഫ്രഞ്ച്. കാർട്ടോഗ്രാഫി എന്ന ഇംഗ്ലീഷ് പദം രൂപം കൊണ്ടത് ഫ്രഞ്ച്. ഭൂമിയുടെ ഉത്തരധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് രേഖാംശരേഖ. ഭൂമിയുടെ ഉത്തരധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് രേഖാംശരേഖ. ഇനി ഭൂപടങ്ങളിലെ തോതുകൾ ഏതെല്ലാമാണ്? പ്രസ്താവനാ രീതി, ഭിന്നക രീതി, രേഖാരീതി. ഭൂപടങ്ങളിലെ തോതുകൾ ഏതെല്ലാമാണ്? പ്രസ്താവനാ രീതി, ഭിന്നക രീതി, രേഖാരീതി. ഇനി ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ്? മെർക്കാറ്റർ. ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെർക്കാറ്റർ. ഭൂപടത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ ഏതെന്നും ഭൂപടത്തിൻ്റെ ഉള്ളടക്കം ഏതെന്നും സൂചിപ്പിക്കുന്നത് എന്താണ്? തലക്കെട്ടുകളാണ്. ഭൂപടത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ ഏതെന്നും ഭൂപടത്തിൻ്റെ ഉള്ളടക്കം ഏതെന്നും സൂചിപ്പിക്കുന്നത് എന്താണ്? തലക്കെട്ടുകളാണ്. ഇനി എന്താണ് സൂചിക? ഭൂപടങ്ങളിലെ നിറങ്ങളും ചിഹ്നങ്ങളും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് സൂചിക. ഭൂപടങ്ങളിലെ നിറങ്ങളും ചിഹ്നങ്ങളും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് സൂചിക. ഇനി രണ്ട് സ്ഥലവും തമ്മിലുള്ള അകലം ഭൂപടത്തിൽ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ആനുപാതിക അകലമാണ് തോത്. അപ്പോൾ എന്താണ് തോത്? രണ്ട് സ്ഥലവും തമ്മിലുള്ള അകലം, അതായത് രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം ഭൂപടത്തിൽ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ആനുപാതിക അകലമാണ് തോത്. അപ്പോൾ എന്താണ് സൂചിക? ഭൂപടങ്ങളിലെ നിറങ്ങളും ചിഹ്നങ്ങളും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് സൂചിക. രണ്ട് സ്ഥലം തമ്മിലുള്ള അകലം ഭൂപടത്തിൽ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ആനുപാതിക അകലമാണ് തോത്. കൃഷിയിടങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ്? മഞ്ഞയാണ്. കൃഷിയിടങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറമാണ് മഞ്ഞ. ഇനി ക്രിസ്റ്റഫർ കൊളംബസിനെ പറ്റി ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. 15-ാം നൂറ്റാണ്ടിൽ റിപ്പബ്ലിക് ഓഫ് ജനോവ, അതായത് ഇന്നത്തെ വടക്കു പടിഞ്ഞാറൻ ഇറ്റലിയിൽ ജനിച്ചു. നാവികൻ, പര്യവേഷകൻ എന്നീ നിലകളിൽ പ്രശസ്തി ആർജിച്ച വ്യക്തിയാണ് ക്രിസ്റ്റഫർ കൊളംബസ്. പ്രകൃതി വിഭവങ്ങളാൽ സമൃദ്ധമായ ഇന്ത്യയെക്കുറിച്ച് കേട്ടറിഞ്ഞ് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഇന്ത്യയെ തേടിയുള്ള തൻ്റെ ആദ്യ കപ്പൽ യാത്ര AD 1492 നടത്തി. അപ്പോൾ ആദ്യ കപ്പൽ യാത്ര എന്നാണ്? AD 1492 നടത്തി. ഈ യാത്രയിൽ വഴി അറിയുന്നതിനായി വലിയൊരു ഗോളം തുകൽ കൊണ്ട് പൊതിഞ്ഞ് അതിൽ സ്ഥലങ്ങൾ രേഖപ്പെടുത്തിയാണ് കൊളംബസും കൂട്ടരും സഞ്ചരിച്ചിരുന്നത്. നക്ഷത്രങ്ങളുടെ സ്ഥാനം അടയാളപ്പെടുത്തുന്നതിനായി ഇത്തരത്തിലുള്ള മറ്റൊരു ഗോളവും ഇവർ ഉപയോഗിച്ചിരുന്നു. എന്നാൽ കൊളംബസിൻ്റെ യാത്ര വഴിതെറ്റി ഇന്നത്തെ വടക്കേ അമേരിക്കൻ വൻകരയ്ക്ക് സമീപമുള്ള ചില ദ്വീപുകളിൽ എത്തിച്ചേരുകയാണ് ഉണ്ടായത്. വഴികാട്ടാൻ കൃത്യമായ ഭൂപടങ്ങളോ മറ്റു സംവിധാനങ്ങളോ ഇല്ലാത്തതായിരുന്നു ഇതിന് കാരണം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക്